കോടിക്കണക്കിന് മുസ്ലിങ്ങൾ വിശുദ്ധ ഗ്രന്ഥമായി ആദരിക്കുന്ന ഒരു ഗ്രന്ഥത്തെ പറ്റി സംസാരിക്കുമ്പോൾ അതിലൊരു സത്യസന്ധത വേണ്ടേ? എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവായ ഒരു ബേസ് വേണ്ടേ? ഈ തരത്തിൽ സംസാരിക്കുന്ന ഒരാൾ, ഞാൻ പറയുന്നത് അയാൾക്ക് അറബി അറിയോ അറബി അറിയാതിരിക്കോ, ഖുർആൻ അറിയോ ഖുർആൻ അറിയാതിരിക്കോ, അതൊക്കെ പോട്ടെ. അതായത് ഇതിന് ഒരു സാമാന്യ ബുദ്ധി മതി, ഇതിനൊരു ബോധം മതി. ഒരു സാമാന്യ ബോധത്തോടു കൂടി, ഒരു സാമാന്യ ബുദ്ധിയോടുകൂടി, ഒരു സത്യസന്ധതയോടുകൂടി. ഖുർആനെ അയാൾക്ക് വിമർശിക്കണം എന്ന് ഖുർആൻ എല്ലാത്തിനും വിമർശിച്ചോളുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഞാനിപ്പോൾ ഒരു ആശയത്തിന് വിമർശിക്കണം, ഒരു പ്രത്യയശാസ്ത്രത്തിന് വിമർശിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ എല്ലാ മുക്കും മൂലയും അതിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിമർശിക്കേണ്ടതുണ്ടോ? അതിന് വേണ്ടി അതിലില്ലാത്ത ആശയങ്ങൾ ഞാൻ കെട്ടിവെക്കേണ്ടതുണ്ടോ? അതില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു മനോവിഭ്രാന്തിയിൽ അകപ്പെട്ടുകൊണ്ടാണ് ഈ ഖുർആൻ വായന നടക്കുന്നതെന്നാണ്. കാരണം ഖുർആനിൽ ഒരു മനുഷ്യന് കേട്ടാൽ ഇഷ്ടം തോന്നുന്ന ഒന്നും ഖുർആനിൽ ഉണ്ടായിക്കൂടാ, അങ്ങനത്തെ ഒന്നും ആൾക്കാർ കേട്ടുകൂടാ. ഖുർആനിൽ ഒരു ആയത്ത് കണ്ടിട്ട് അതിൽ വിമർശിക്കാൻ പ്രത്യേകിച്ച് പോയിന്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ആ ആയത്തിന്റെ അർത്ഥം മാറ്റിയിട്ട് നമ്മളായിട്ടൊരു അർത്ഥം ഉണ്ടാക്കിയിട്ട് അങ്ങനെയെങ്കിലും അതിലൊരു വിമർശനം ഉന്നയിക്കണം. എന്നിട്ട് അതിന് തെളിവായിട്ട്, അതായത് ഇംഗ്ലീഷ് അറിയൂലേ, ഏതായാലും ഇംഗ്ലീഷ് അറിയും ആശിക്കുന്നതാണ് വിചാരിക്കണം. അത് വായിക്കുന്ന സമയത്ത് അതായത് അത് ഉള്ളിൽ കയറുന്നില്ല. കാരണം ഇതിന് തെളിവാന്ന് വിചാരിച്ചിട്ടാണ് അത് വായിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് ഉള്ളിൽ കയറുന്നില്ല. ആ കയറാത്ത തരത്തിൽ മനസ്സിന്റെ വിദ്വേഷം കൊണ്ട് ഒരു വിഭ്രാന്തിയിൽ അദ്ദേഹം അകപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്ത് നിർഭാഗ്യകരമായ അവസ്ഥയാണ്. എനിക്ക് ഈ കേരളത്തിലെ യുക്തിവാദികളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ പ്രസ്ഥാനത്തിന് വല്ല ഭാവിയും വേണമെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഇസ്ലാമിനെ പറ്റി ഖുർആനെ പറ്റി പഠിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ഒരു സ്രോതസ്സായി സ്വീകരിക്കരുതെന്നാണ്. കാരണം സ്വാഭാവികമായി യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ പലരും ഇസ്ലാമിനെ പറ്റി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ പഠിച്ചവരൊന്നും ആവില്ല. അവർ എല്ലാ വിഷയങ്ങളെ പറ്റി പഠിക്കുന്ന പോലെ ഇതും ഒതന്റിക്കാണ്, നല്ലൊരു സോഴ്സാണ്, അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് വിചാരിച്ച് വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങളടക്കം അദ്ദേഹം വളരെ സുന്ദരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഈ യുക്തിവാദം സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറഞ്ഞാൽ ഒരു അത്യാവശ്യം ആൾക്കാരുടെ ഒരു നിലവാരം ആൾക്കാർ തെറ്റിദ്ധരിക്കെങ്കിലും ചെയ്യുന്ന പരിപാടിയല്ലേ? അല്ല, അങ്ങനെ നമ്മളെല്ലാം അതായത് അത്യാവശ്യം പുരോഗമനപരമായ ഒരു എന്താ പറയുക ചിന്തയെയും യുക്തിയെയും ഒക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു സാധനമല്ലേ. മാഷെ പറ്റി മാത്രമല്ല, അയാൾ ഫാൻ ബേസ് ആയി നിൽക്കുന്ന ആൾക്കാരെ പറ്റി എനിക്കിപ്പോൾ നല്ല ബേജാറ് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ആരെങ്കിലും ഒന്ന് ചോദിക്കേണ്ടത്. എല്ലാവരും കൂടി അത് ഈ കൊമൻസിൽ വന്നിട്ട് പിന്നെ ഈ വീഡിയോനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടും അതിന് പ്രൈസ് ചെയ്തിട്ടും എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇത്ര സിമ്പിളായി തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന, തട്ടിപ്പ് നടത്താൻ പറ്റുന്ന, കണ്ണിൽ പൊടിയിടാൻ പറ്റുന്ന ഒരു അനുയായി വൃന്ദമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആൾദൈവങ്ങൾ അനുയായികൾക്ക് ഇതിനേക്കാൾ ബുദ്ധി ഉണ്ടാവുന്നതാണ്. അതായത് ഒരു ദൈവം പിറവി കൊള്ളുകയാണ്. അയാൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന ആൾക്കാർക്ക് ശരിയാണ്, അയാളെ ഫാൻസിന് ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുക്തിവാദികളോട് പറയുന്നത് നിങ്ങളുടെ തന്നെ രീതിശാസ്ത്രത്തെ നിങ്ങൾ ഇല്ലാതാക്കുന്നത്. അതൊരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പഠിക്കണ്ടേ, അതിൻ്റെ സോഴ്സ് പോയി പഠിക്കണ്ടേ. അപ്പോൾ അത്രയും, അതായത് മലയാളത്തിൽ വായിച്ചൊരു പുസ്തകം, 2 പുസ്തകങ്ങളെ കാര്യം ഞാൻ പറഞ്ഞത്, അതിൽ 2ലും അതിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുറേ സമയം ചിലവാക്കുകയാണ്, അതിൻ്റെ പേരിൽ വെച്ച് കെട്ടാണ്. അങ്ങനത്തെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇങ്ങനത്തെ ഒരു ഭാഷയിൽ സംസാരിക്കുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഞാൻ പറയുന്നത് ഒരു റിഗ്രറ്റ് വരേണ്ട ഒരു കാര്യമാണിത്. അത് വരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ റിഗ്രറ്റ്, അതായത് സത്യസന്ധത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ഗുണമാണ്. അത് ഒന്നുകിൽ സത്യസന്ധത ഇല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിദ്വേഷം കൊണ്ട് കണ്ണ് കാണാതായിട്ടാണ്. വായിക്കുന്നതൊക്കെ വേറെന്തോ ആയിട്ട് മനസ്സിലാവുകയാണ്. ഒരു സാമാന്യ ബുദ്ധി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം.